നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്ന് പോർച്ചുഗലും ഫ്രാൻസും തമ്മിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഈ ഒരു മത്സരത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് കിലിയൻ എംബാപ്പെ എന്ന രൂപത്തിൽ പലരും ചിത്രീകരിക്കുന്നുണ്ട്. പോർച്ചുഗലിന്റെ നായകൻ ക്രിസ്ത്യാനോ, ഫ്രാൻസിന്റെ നായകൻ കിലിയൻ എംബാപ്പെ ആവട്ടെ ക്രിസ്ത്യാനോയുടെ വലിയ ആരാധകരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഈ കളിയുമായി ബന്ധപ്പെട്ട് ആരെ കിട്ടിയാലും, ഏത് താരത്തെ കിട്ടിയാലും, ഏത് കോച്ചിനെ കിട്ടിയാലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. CR7 വേഴ്സസ് എംബാപ്പെ. അതിനുള്ള മറുപടി ബെർണാഡോ സിൽവ പറഞ്ഞതും പോർച്ചുഗലിന്റെ കോച്ച് പറഞ്ഞതും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബെർണാഡോ സിൽവ പറഞ്ഞത്, ഇത് എംബാപ്പെ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയുള്ള മത്സരമായിട്ട് കാണണ്ട, ഇത് പോർച്ചുഗലും ഫ്രാൻസും തമ്മിലുള്ള മത്സരമാണ്. ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും ഫുട്ബോൾ ചരിത്രത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് എവർ ആണ്. എംബാപ്പെ ആണെങ്കിൽ ഇനിയും ഒരുപാട് വളരാനുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ കണ്ടാൽ മതി. ഇത് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് എടുക്കുക. ഇതേ ചോദ്യം പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ടാണ്. നമ്മൾ ഒരു താരത്തെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ താരങ്ങളെ വെച്ചല്ല അതിനെ കാണേണ്ടത്. ഈ ഒരു മത്സരം രണ്ട് താരങ്ങൾ തമ്മിലുള്ള മത്സരമല്ല, ഇത് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും അവർക്കും വളരെ മികച്ച താരങ്ങളുണ്ട്. വലിയ ഇമ്പാക്റ്റ് ഈ സ്പോർട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന താരങ്ങൾ ഇരു ടീമിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഈ കളിയെ കാണേണ്ടത്. ശരിയാണ്, ക്രിസ്ത്യാനോയും എംബാപ്പയും മികച്ച താരങ്ങളാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു മത്സരം എന്ന രൂപത്തിൽ ഇതിനെ കാണേണ്ട എന്ന് തന്നെ കോച്ച് റോബർട്ടോ മാർട്ടിനസും പറയുന്നു. കാത്തിരിക്കാം ഇന്നത്തെ കിഡിലൻ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്